വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ಬೇಗ ಬರುತ್ತಕ್ಕಂಥ ಯೇಸು ಕ್ರಿಸ್ತನ ಪರಿಶುದ್ಧ ನಾಮದಲ್ಲಿ ನಮ್ಮ ಪ್ರೀತಿಯ ವಂದನೆಯನ್ನು ತಿಳಿಸುತ್ತೇವೆ. ദൈവം നമ്മോട് വിവിധ രീതിയിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ದೇವರು ನಮ್ಮೊಂದಿಗೆ ವಿವಿಧ ರೀತಿಯಲ್ಲಿ ಮಾತನಾಡುತ್ತಾನೆ. അതിലൊന്നാണ് സ്വപ്നം എന്നുള്ളത്. ಅದರಲ್ಲಿ ಒಂದಾಗಿದೆ ಕನಸು ಎನ್ನುವಂಥದ್ದು. 2002 എനിക്കുണ്ടായൊരു സ്വപ്നം ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. 2002ರಲ್ಲಿ ನನಗುಂಟಾದೊಂದು ಕನಸನ್ನ ನಾನು ನಿಮ್ಮೊಂದಿಗೆ ಹಂಚಿಕೊಡ್ಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. 2002 എനിക്കുണ്ടായൊരു സ്വപ്നം എന്നെ ഒരു ഗ്രന്ഥ രചനയിലേക്ക് നയിച്ചു. 2002ರಲ್ಲಿ ನನಗುಂಟಾಗಿರ್ತಕ್ಕಂಥ ಆ ಕನಸು ನನ್ನನ್ನು ಗ್ರಂಥ ರಚನೆಗೆ ಪ್ರೇರೇಪಣೆ ಕೊಡ್ತು. ആ സ്വപ്നം നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ಆ ಕನಸನ್ನು ನಿಮ್ಮೊಂದಿಗೆ ಹಂಚಿಕೊಡ್ಲಿಕ್ಕೆ ನಾನು ಇಷ್ಟಪಡುತ್ತೇನೆ. 2002 ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ 2002ರಲ್ಲಿ ನಾನು ದಿವಸ ರಾತ್ರಿ ಮಲಗಿರುವಾಗ ആരോ ഒരാൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ആദ്യമായി കണ്ടത്. ಯಾರೋ ಒಬ್ಬರು ನನ್ನ ಹತ್ತಿರ ಬರುವಂತದನ್ನ ರಾತ್ರಿ ನನ್ನ ಕನಸಲ್ಲಿ ಕಂಡೆನು. എൻ്റെ അടുക്കിലേക്ക് വന്ന ആളെന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ನನ್ನ ಬಳಿಗೆ ಬಂದಂತ ವ್ಯಕ್ತಿ ನನಗೆ ತಟ್ಟಿ ಎಬ್ಬಿಸಿ ಹೇಳುತ್ತಾ ನನ್ನ ಬಳಿಗೆ ಬನ್ರಿ ಎಂಬುದಾಗಿ. ഞാൻ ആ മനുഷ്യൻ്റെ പിന്നാലെ നടക്കുന്നത് എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. ನಾನು ಆತನ ಹಿಂಬಾಲಿಸಿ ಹೋಗುವಂತ ನನ್ನ ಕನಸಲ್ಲಿ ಕಂಡನು. അങ്ങനെ നടന്ന് പച്ചപ്പുൽ നിറഞ്ഞ വലിയൊരു ഗ്രൗണ്ടിലെത്തി. ಹಾಗೆ ನಡೆದು ನಾನು ಹಸಿರುಗಾವಲಿರ್ತಕ್ಕಂಥ ಒಂದು ಹುಲ್ಲುಗಾವಲಿಗೆ ತಲುಪಿದನು. ആ ഗ്രൗണ്ടിന്റെ ഒത്ത നടുക്കാട്ട് ഒരാൾ പൊക്കത്തിൽ വലിയൊരു കല്ല് വെച്ചിരിക്കുന്നതാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ಆ ಗ್ರೌಂಡಿನ ಮಧ್ಯದಲ್ಲಿ ಹುಲ್ಲುಗಾವಲಿನಲ್ಲಿ ಒಂದು ಹಾಳು ಎತ್ತರದಲ್ಲಿರ್ತಕ್ಕಂಥದ್ದು ಕಲ್ಲು ನಟ್ಟಿದ್ದನ್ನು ನೋಡಿದ್ದೇನೆ. എന്നെ കൊണ്ടുവന്ന ആള് ആ കല്ലിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ആ കല്ലിൽ എന്തോ എഴുതുവാൻ ആരംഭിച്ചു. ನನ್ನನ್ನು ಕರೆದುಕೊಂಡು ಬಂದಂತ ವ್ಯಕ್ತಿ ಆ ಕಲ್ಲಿನ ಬಳಿಗೆ ಬಂದು ಏನೋ ಬರೆಯುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಆತನು ತವಕಪಡುತ್ತಾ ಇದ್ದನು. അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ തൊട്ടപ്പം പാറ കുഴിഞ്ഞ് അക്ഷരം രൂപപ്പെട്ടു വരുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. ಆತನ ಬೆರಳನ್ನು ಮುಟ್ಟಿ ಬರೀತಕ್ಕಂಥ ಸಂದರ್ಭದಲ್ಲಿ ಅದು ಕಲ್ಲು ಗುಂಡಿಯಾಗಿ ಯಾವುದು ಅಕ್ಷರ ರೂಪ ಬರುವುದನ್ನು ನಾನು ಕಂಡೆನು. അദ്ദേഹം എഴുതിയത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്, റിനൈസൻസ് എന്നൊരു ഇംഗ്ലീഷ് വേർഡാണ് ആ പാറയിൽ എഴുതിയത്, റിനൈസൻസ്. ಆ ಬಂಡೆಯ ಮೇಲೆ ಆತನು ಬರೆದಿರ್ತಕ್ಕಂಥ ಪದ ಒಂದು ಇಂಗ್ಲಿಷ್ ಪದವಾಗಿತ್ತು, ಅದರ ಹೆಸರು ರಿನೈಸನ್ಸ್ ಎಂಬುದಾಗಿ. എഴുതി കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, നീ ഇതിന്റെ പുറത്തും കൂടെ എഴുതാൻ പറഞ്ഞു. ಬರೆದ ನಂತರವಾಗಿ ಆತನು ಹೇಳಿದನು, ನೀವು ಅದರ ಮೇಲಿಂದ ಬರೀರಿ ಎಂಬುದಾಗಿ. ഞാൻ എൻ്റെ ചൂണ്ടുവൽ കൊണ്ട് അദ്ദേഹം എഴുതിയതിന്റെ മുകളിൽ കൂടെ എഴുതാൻ ആരംഭിച്ചു. ಅದು ಆತನು ಬರೆದ ನಂತರವಾಗಿ ನನ್ನ ಬೆರಳನ್ನು ಮುಟ್ಟಿ ನಾನು ಅದರ ಮೇಲೆ ತಿದ್ದುವುದಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದನು. അവസാനത്ത് ഈ എഴുതി കഴിഞ്ഞപ്പോൾ വീണ്ടും വരാൻ എന്നോട് അദ്ദേഹം പറഞ്ഞു. ಕೊನೆ ಈ ಬರೆದ ಮೇಲೆ ಆತನು ಪುನಃ ಬನ್ನಿ ಎಂಬುದಾಗಿ ಹೇಳಿದನು. അങ്ങനെ ഞാൻ അയാളുടെ പിന്നാലെ വീണ്ടും നടക്കാൻ തുടങ്ങി. ಹಾಗೆ ನಾನು ಆತನ ಹಿಂದೆ ಪುನಃ ನಡೆದನು. അദ്ദേഹത്തിന്റെ ശരീരം മനുഷ്യ ശരീരം പോലെ ആയിരുന്നെങ്കിലും വാതിലോ കഥകളോ ഭിത്തിയോ ഒന്നും തടസ്സമായിരുന്നില്ല. ಆತನ ಶರೀರವು ಮನುಷ್ಯ ಶರೀರದ ಆಕಾರದಲ್ಲಿ ಇದ್ದುದರಿಂದ ಆತನಿಗೆ ಗೋಡೆಯಾಗಲಿ ಅಥವಾ ಬಾಗಿಲಾಗಲಿ ಆತನಿಗೆ ಅಡ್ಡಿಯಾಗಿರಲಿಲ್ಲ. അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന എനിക്കും ഒന്നും തടസ്സമായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ಆತನ ಹಿಂದೆ ಹೋದಂತ ನನಗೂ ಯಾವುದೂ ಅಡ್ಡಿಯಾಗಿರಲಿಲ್ಲ. ಹಾಗೆ ನಾವು ಮುಂದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೇವೆ. നടന്ന് ഒരു കൊട്ടാര സദൃശ്യം ഒരു വീട്ടിലേക്ക് എത്തി. ನಡ್ಕೊಂಡು ಹೋಗೊಂದು ಬಂಗಳೆಯ ಸಮವಾಗಿರ್ತಕ್ಕಂಥ ಮನೆಗೆ ತಲುಪಿದೆ. ഏറെ മുറികളുണ്ട്, എല്ലാ മുറികളും അടച്ചിട്ടേക്കാണ്. ಬಹಳ ಕೋಣೆಗಳಿದೆ, ಎಲ್ಲವೂ ಕೂಡ ಮುಚ್ಚಲ್ಪಟ್ಟಿತ್ತು. ഒരു മുറിയുടെ വാതുക്കൽ എന്നെ നിർത്തിയിട്ട് നീ ഇവിടെ നിൽക്കുന്നവരുണ്ട്, ആ മനുഷ്യൻ അകത്തോട്ട് കയറി പോകുന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. ಒಂದು ಕೋಣೆಯ ಬಾಗಿಲ ಹತ್ರ ನಿಂತುಕೊಂಡು ಆತನ ಹೇಳಿದನು, ಇಲ್ಲಿ ನಿಂತುಕೋ ಎಂಬುದಾಗಿ ಹೇಳಿ ಆತನ ಒಳಗೆ ಹೋಗಿದ್ದ ನಾನು ಕನಸಲ್ಲಿ ಕಂಡನು. ഒരല്പസമയം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന ആളെ ഞാൻ കാണുന്നില്ല. എന്തിനാ എന്നെ കൊണ്ടുവന്നറിയാൻ ഞാൻ വിചാരപ്പെടുന്ന പോലെ ഒരു അനുഭവം എനിക്ക് സ്വപ്നത്തിലുണ്ടായി. ಸ್ವಲ್ಪ ಸಮಯ ಆದ ನಂತರ ನನ್ನನ್ನು ಕೇಳ್ತಾ ಇದ್ದೇನೆ, ಯಾಕೆ ಈತ ನನ್ನ ಕರ್ಕೊಂಡ್ಬಂದನು ಎಂಬುದಾಗಿ ನನ್ನೊಳಗೆ ನಾನು ಚಿಂತೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ഞാൻ നോക്കിയപ്പോൾ ലേശം വാതിൽ തുറന്നു കിടപ്പുണ്ട്. ആ വാതിൽ അല്പം കൂടെ ഞാൻ തള്ളി തുറന്നു നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. ನಾನು ನೋಡಿದಾಗ ಬಾಗಿಲು ಸ್ವಲ್ಪ ತೆರೆದಿತ್ತು. ನಾನು ಸ್ವಲ್ಪ ಕೂಡ ತೆರೆದು ನೋಡಿದಾಗ ಅಲ್ಲಿ ನೋಡಿರ್ತಕ್ಕಂಥ ಆ ಕಾರ್ಯಗಳನ್ನ ಗಮನಿಸುವ ನನ್ನ ಜೀವಿತದಲ್ಲಿ ದೊಡ್ಡ ಅದ್ಭುತವೆನಿಸಿತು. ഒരു വലിയ ഹാളാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്. ಒಂದು ದೊಡ್ಡ ಒಂದು ಹಾಲು ಅಥವಾ ಒಂದು ಕೋಣೆಯನ್ನು ನಾನು ಕನಸಲ್ಲಿ ಕಂಡೆನು. ആ ഹാളിൽ ഏറെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും എഴുതുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ಆ ಹಾಲಿನಲ್ಲಿ ಚಿಕ್ಕವರು ದೊಡ್ಡವರು ಪ್ರಾಯವಾಗಿರ್ತಕ್ಕಂಥವರು ಬರೆಯುತ್ತಾ ಇದ್ದಾರೆ ಮತ್ತು ಓದುತ್ತಾ ಇರುವುದನ್ನು ನಾನು ಕಾಣಿದೆ. ഓരോരുത്തർക്കും ഓരോ മേശയും ഓരോ കസേരയും കൊടുത്തിട്ടുണ്ട്. ಒಬ್ಬೊಬ್ಬರಿಗೂ ಒಂದೊಂದು ಮೇಜು ಮತ್ತು ಚೇರ್ ಅನ್ನು ಕೊಟ್ಟಿದ್ದರು. അതിലിരുന്നുകൊണ്ട് അവർ എഴുതുകയോ പ്രാർത്ഥിക്കുകയോ വചനം ധ്യാനിക്കുകയോ ചെയ്യുകയാണ്. ಅದರಲ್ಲಿ ಕುಳಿತುಕೊಂಡವರು ಬರೆಯುತ್ತಾ ಮತ್ತು ಓದುತ್ತಾ ವಾಕ್ಯವನ್ನು ಧ್ಯಾನ ಮಾಡುತ್ತಾ ಇದ್ದರು. അവർ പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. ಅವರು ಒಬ್ಬರಿಗೊಬ್ಬರು ನೋಡುತ್ತಾ ಇಲ್ಲ, ಮಾತನಾಡುತ್ತಾ ಇಲ್ಲ. എന്നെ കൊണ്ടുവന്ന ആള് എന്നെ കൂടി ഇരുത്താൻ വേണ്ടി ഒരു ശ്രമം നടന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്. ನನ್ನನ್ನು ಕರ್ಕೊಂಡು ಹೋದಂತ ವ್ಯಕ್ತಿ ನನ್ನನ್ನು ಕೂಡ ಅಲ್ಲಿ ಕೂರಿಸಲಿಕ್ಕೆ ಅವರು ನೋಡುತ್ತಾ ಇರುವಂತಹ ಒಂದು ಕನಸು ನಾನು ಕಂಡೆ. ഒടുവിൽ ആ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ മുറിക്കകത്ത് സ്ഥലമില്ല. ಕೊನೆಗೆ ಆತನು ಹೊರಗೆ ಬಂದು ಹೇಳಿದ್ರು, ಈ ಕೋಣೆಯಲ್ಲಿ ನಿನಗೆ ಜಾಗ ಇಲ್ಲ. നിന്നെ മറ്റൊരു മുറിയിൽ നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടോ, മറ്റൊരു മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. ನಿನ್ನನ್ನು ಬೇರೆ ಒಂದು ಕೋಣೆ ತೆಗೆದುಕೊಂಡು ಹೋಗ್ತಾನೆ ಅಂತೇಳಿ ಬೇರೆ ಒಂದು ಕೋಣೆ ಕರ್ಕೊಂಡು ಹೋದನು. അതേ കെട്ടിടത്തിൽ തന്നെ മറ്റൊരു മുറിയിൽ എന്നെ കൊണ്ടുപോയ ശേഷം മേശയും കസേരയും പേനയും പേപ്പറും മഷിയും എടുത്തു വെച്ചിട്ട് പറഞ്ഞു, നീ ഇരുന്ന് എഴുതുക എന്നിങ്ങനെ പറഞ്ഞു. ಅದೇ ಆ ಕೋಣೆಗೆ ನನ್ನನ್ನು ಕರ್ಕೊಂಡು ಹೋಗಿ ಆತನು ಕೂರಿಸಿಬಿಟ್ಟು ಟೇಬಲ್ ಮೇಲೆ ಕೂರಿಸಿಬಿಟ್ಟು ಪೆನ್ನು ಮಷಿ ಮತ್ತು ಪೇಪರ್ನ ಕೊಟ್ಟುಬಿಟ್ಟು ಹೇಳು, ನೀನು ಬರಿ ಎಂಬುದಾಗಿ ಹೇಳಿದನು. ഞാൻ ആ കസേരയിലിരുന്നു, മേശമേ കിടന്ന പേന എടുത്തുകൊണ്ട് എഴുതുവാൻ ആരംഭിച്ചു.
ನಾನು ಚೇರ್ನಲ್ಲಿ ಕುಳಿತುಕೊಂಡು ಆ ಮೇಜಿನ ಮೇಲಿರ್ತಕ್ಕಂಥ ಪೆನ್ನನ್ನು ತೆಗೆದು ಬರೀಲಿಕ್ಕೆ ಆರಂಭಿಸಿದೆ. 6 എന്ന് എഴുതുകയും പെട്ടെന്ന് എൻ്റെ സ്വപ്നത്തിലും ചാടി എഴുന്നേറ്റു. 6 ಮತ್ತು ಈ ಎಂಬುದಾಗಿ ಬರೀಬೇಕಾದ್ರೆ ನಾನು ಬೇಗನೆ ಕನಸಲ್ಲಿ ಹಾರಿ ಎದ್ದನು. ഞാൻ ആ സ്വപ്നത്തിൽ ഉണർന്നു. ನಾನು ಆ കനಸಲ್ಲಿ എಚ್ಚರಗೊಂಡೆನು. ഒരു പുതിയ സ്വപ്നം കണ്ടല്ലോ, ഒരാൾ വന്ന് ഇംഗ്ലീഷ് എഴുതിയല്ലോ, റിനൈസൻസ്. ഞാൻ ഓർത്തെടുത്തു. ಒಂದು ಕನಸು ನೋಡಿದ್ನಲ್ಲ, ಒಬ್ಬರು ಬಂದು ನನಗೆ ಹೇಳದಲ್ಲ ಬರೀಬೇಕೆಂಬುದಾಗಿ ಹೇಳಿ ನಾನು ಬರೆದಿದ್ದು ರಿನೈಸೆನ್ಸ್ ಎಂಬುದಾಗಿ ನೆನಪಿಗೆ ಬಂತು. ഞാനത് കോളേജിൽ പഠിച്ച വേർഡാണ്. ನಾನದು ಕಾಲೇಜಿನಲ್ಲಿ ಕಲಿತಿರ್ತಕ್ಕಂಥ ಪದ. അതിൻ്റെ അർത്ഥം റിനൈസൻസ് എന്നുള്ളതിൻ്റെ അർത്ഥം നവോത്ഥാനം ഉണ്ടാകുക, മുന്നേറ്റം ഉണ്ടാകുക, ലക്ഷ്യത്തിലേക്ക് കുതിക്കുക, അങ്ങനെയേറെ മീനിങ് ഉണ്ട്. ರಿನೈಸೆನ್ಸ್ ಎಂಬ ಪದಕ್ಕೆ ನಾವು ಮುಂದುವರಿಬೇಕು ಅಥವಾ ಮುಂದಕ್ಕೆ ಹೆಜ್ಜೆ ಇಡಬೇಕು ಅಥವಾ ಉದ್ಧಾರವಾಗಬೇಕೆನ್ನತಕ್ಕಂಥ ಅರ್ಥವನ್ನು ಕೊಡುತ್ತೆ. എന്താണ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്ന് ഞാൻ വിചാരിച്ച് കിടക്കുമ്പോൾ, ಯಾಕೆ ಈ ರೀತಿಯಾಗಿರ್ತಕ್ಕಂಥ ಕನಸು ಕಂಡೆ ಎಂಬುದನ್ನು ನಾನು ಯೋಚನೆ ಮಾಡುತ್ತಾ ಮಲಗಿರುವಾಗ പെട്ടെന്ന് എൻ്റെ കൈയും കാലും മരവിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. ಬೇಗನೆ ನನ್ನ ಕೈಯು ಕಾಲು ಒಂದು ರೀತಿಯಲ್ಲಿ ಮರಕಟ್ಟುವ ರೀತಿಯಲ್ಲಿ ಅನಿಸ್ತು. ആ മരവിപ്പ് എൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു. ಆ ಮರಕಟ್ಟತಕ್ಕಂಥದ್ದು ಶರೀರ ಪೂರ್ಣವಾಗಿ ಜಿಮ್ಡಿಡಿತಕ್ಕಂಥ ರೀತಿ. എനിക്ക് കിടക്കുന്ന എഴുന്നേക്കാനോ ശബ്ദം എടുക്കാനോ എനിക്ക് കഴിയുമായിരുന്നില്ല. ನನಗೆ ಕೋಣೆಯಲ್ಲಿ ಮಲಗಲಿಕ್ಕಾಗಲಿ ಶಬ್ದ ತೆಗಿಲಿಕ್ಕಾಗಲಿ ನನಗೆ ആ സമയത്ത് ആരോ മനസ്സിൽ പറയുന്നത് പോലെ ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. ಆ ಸಮಯದಲ್ಲಿ ಮನಸ್ಸಿನಲ್ಲಿ ಯಾರೋ ಹೇಳುವ ರೀತಿ ನಾನು ಕೇಳುತ್ತಾ ಇದ್ದೇನೆ. മിസ്രൈമിൽ നിന്നും ജനം പുറപ്പെട്ടു പോരും മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഒരു വലിയ വിജയം ദൈവജനത്തിന് ദൈവം കൊടുത്തതുപോലെ ಆ ಸಮಯದಲ್ಲಿ ಐಗುಪ್ತ ದೇಶದಿಂದ ಕರೆಕೊಂಡು ಬಂದಂತ ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ಬಹಳ ಒಂದು ಜಯವನ್ನು ಮತ್ತೊಂದು ಬಿಡುಗಡೆಯನ್ನು ಕೊಟ್ಟದ್ದ ಹಾಗೆ ദൈവസഭയുടെ പുറപ്പാടിന് മുമ്പായി സഭ ലോകത്തിൽ വ്യാപരിക്കുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയമെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ದೇವರ ಸಭೆಯು ಮುಂದುವರಿತಕ್ಕಂಥ ಸಮಯ ಶೈತಾನ್ನ ಮೇಲೂ ಈ ಲೋಕದ ಅಂಧಕಾರ ಅತಿಬುದ್ಧಿಗಳ ಮೇಲೂ ಇರತಕ್ಕಂಥ ಜಯವನ್ನು ತೆಗೆದುಕೊಂಡದರ ಬಗ್ಗೆ ನಾನು ಹೇಳ್ತೇನೆ. അനുസരിക്കുന്ന വ്യക്തികളെയും സഭകളെയും ഉപയോഗിക്കും. ಅನುಸರಿಸತಕ್ಕಂಥ ವ್ಯಕ್ತಿಗಳನ್ನು ಸಭೆಯನ್ನು ದೇವರು ಉಪಯೋಗಿಸ್ತಾನೆ എന്ന് ആരോ പറഞ്ഞതുപോലെ മനസ്സിലേക്ക് വരികയാണ്. ಎಂಬುದಾಗಿ ಯಾರೋ ಹೇಳಿದ ರೀತಿಯಲ್ಲಿ ನನ್ನ ಮನಸ್ಸಿಗೆ ಬರುತ್ತಾ ಇದೆ. പിന്നീട് രാത്രി ഏതോ സമയത്ത് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ಮತ್ತೆ ಯಾವುದೋ ಒಂದು ಸಮಯದಲ್ಲಿ ನಾನು ಮಲಗಿ ನಿದ್ರೆ ಮಾಡಿದೆ. രാവിലെ എഴുന്നേൽക്കുന്നത് എഴുതാനുള്ള ഒരു താല്പര്യമായിട്ടാണ്. ಬೆಳಗ್ಗೆ ನಾನು ಎಚ್ಚರವಾಗತಕ್ಕಂಥದ್ದು ಬರೀಬೇಕನ್ನ ಆಸಕ್ತಿಯಿಂದ. തുടർന്ന് വന്ന് 5 വർഷം എഴുത്ത് തന്നെയായിരുന്നു. ಮುಂದುವರೆದು ಬಂದು 5 ವರ್ಷ ನಾನು ಬರೀತಾ ಇದ್ದೆ. അങ്ങനെ 2008 മലയാളം പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ദൈവം സഹായിച്ചു. ಹಾಗೆ 2008 ಒಂದು ಮಲಯಾಳಂ ಪುಸ್ತಕವನ್ನು ಬರೆಯಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഇപ്പോൾ മലയാളം അതിന്റെ 9ാമത്തെ എഡിഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ಈಗ ಮಲಯಾಳಂ ಅದರ 9ನೇ ಎಡಿಷನ್ಗೆ ನಾವು ಪ್ರವೇಶ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ആ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ആത്മീക മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ಆ ಗ್ರಂಥದ ಉದ್ದೇಶ ಒಂದು ಆತ್ಮಿಕ ಬೆಳವಣಿಗೆ ಉಂಟಾಗುತ್ತೆ ಎಂಬುದಾಗಿ. മിസ്രൈമിൽ നിന്നും ജനം പുറപ്പെട്ടു പോരും മുമ്പ് അവിടെ വ്യാപരിച്ചിരുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഒരു വലിയ വിജയം ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുത്തതുപോലെ ಐಗುಪ್ತ ದೇಶದಿಂದ ಹೊರಟು ಬರುವಾಗ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳಿಗೆ ಒಂದು ದೊಡ್ಡ ಜಯ, ಒಂದು ಬಿಡುಗಡೆಯನ್ನ ದೇವರು ಇಸ್ರಾಯೇಲಿಗೆ ಕೊಟ್ಟ ಹಾಗೆ സഭയുടെ പുറപ്പാടിന് മുമ്പായി സഭ ലോകത്തിൽ വ്യാപരിക്കുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയമെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ಆತ್ಮಿಕವಾಗಿ ದೇವರ ಸಭೆಯು ಹೊರಡತಕ್ಕಂಥ ಸಮಯದಲ್ಲಿ ಅದನ್ನು ಜಯಿಸಲಿಕ್ಕೆ ಲೋಕದಲ್ಲಿರ್ತಕ್ಕಂಥ ಅಧಿಕಾರಗಳ ಮೇಲೂ ಈ ಲೋಕದ ಅಂಧಕಾರದ ಅಧಿಪತಿಗಳ ಮೇಲೂ ಜಯ ಸಾಧಿಸತಕ್ಕಂಥ ಒಂದು ಅಧಿಕಾರ ದೇವರ ಸಭೆ ಕೊಡ್ತಾನೆ. ബൈബിൾ പ്രവചനങ്ങളും ലോക സംഭവങ്ങളും യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ಬೈಬಲ್ನ ಪ್ರವಾದನೆಯು ಯೇಸುಕ್ರಿಸ್ತನ ಲೋಕ ಸಂಭವಗಳು ಯೇಸುಕ್ರಿಸ್ತನ ಬರೋಣವನ್ನು ಪ್ರಕಟಪಡಿಸ್ತಾ ಇದೆ. പുറപ്പാടിന്റെ കാലഘട്ടം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ನಾವು ಹೊರಡತಕ್ಕಂಥ ಕಾಲಗಳು ಅತಿ ಸಮೀಪವಾಗಿದೆ. ദൈവസഭയെ ദൈവം തന്റെ ആത്മാവിനാൽ അധികമായി ശക്തീകരിക്കുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുന്നു. ದೇವರ ಸಭೆಯನ್ನು ದೇವರ ಆತ್ಮಿಕವಾಗಿ ಅಧಿಕವಾಗಿ ಶಕ್ತಿಗೊಳಿಸತಕ್ಕಂಥ ಸಮಯ ಸಮೀಪವಾಗಿದೆ. മനുഷ്യ ഹൃദയങ്ങളെ കുരുടാക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ സുവിശേഷത്തിന്റെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ തകർക്കപ്പെടും. ಮನುಷ್ಯ ಹೃದಯಗಳನ್ನ ಕುರುಡು ಮಾಡತಕ್ಕಂಥ ಶಕ್ತಿಯನ್ನ ಸುವಾರ್ತೆಯ ಶಕ್ತಿಯು ಅದನ್ನ ನಾಶ ಮಾಡತಕ್ಕಂಥ ಸಮಯವಾಗಿದೆ. യേശുക്രിസ്തു കാൽവരിയിൽ പൈശാചിക ശക്തികളുടെ ബലത്തെ തകർത്തു കളഞ്ഞു. ಯೇಸು ಸ್ವಾಮಿ ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಶೈತಾನ ಶಕ್ತಿಯನ್ನ ಸೋಲಿಸಿದನು. യേശു കർത്താവ് തന്റെ സഭയുടെ മേൽ എന്തൊക്കെ പദ്ധതിയുണ്ടോ അതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ಯೇಸು ಕ್ರಿಸ್ತನು ಸಭೆಯಲ್ಲಿ ಏನೇನು ಉದ್ದೇಶ ಇಟ್ಟಿದ್ರು ಅದೆಲ್ಲ ಪ್ರಕಟಪಡಿಸತಕ್ಕಂಥ ಕಾಲಗಳಾಗಿದೆ ಇದು. യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തതിന്റെ സകല സാധ്യതകളെയും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായി തീരും. ಯೇಸು ಕ್ರಿಸ್ತನು ಶಿಲುಬೆಯಲ್ಲಿ ಮಾಡಿರ್ತಕ್ಕಂಥ ಸಕಲ ಸಾಧ್ಯತೆಗಳನ್ನ ಪರಿಶುದ್ಧಾತ್ಮ ನಮಗೆ ಕಲಿಸುತ್ತಾ ಇದ್ದಾನೆ. ഓരോ പ്രാദേശിക സഭയും ആത്മാവിനാൽ ഉണരട്ടെ. ಒಂದೊಂದು ಪ್ರಾದೇಶಿಕ ಸಭೆಯು ಆತ್ಮದಲ್ಲಿ ಎಚ್ಚರಗೊಳ್ಳಲಿ. ആ പുസ്തകം 2008 പുറത്തിറങ്ങാൻ ദൈവം സഹായിച്ചു. ಆ ಪುಸ್ತಕವು 2008ರಲ್ಲಿ ಪ್ರಕಟವಾಯಿತು. കന്നഡ ഭാഷയിലേക്കും അത് പുറത്തിറക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ಕನ್ನಡ ಭಾಷೆಯಲ್ಲಿ ಹೊರತರಲಿಕ್ಕೆ ಕರ್ತನಲ್ಲಿ ಶರಣಪಡುತ್ತಾನೆ. വിവിധ ഭാഷകളിലേക്ക് അത് അതിന്റെ തർജ്ജമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ವಿವಿಧ ಭಾಷೆಗಳಲ್ಲಿ ಅದರ ಭಾಷಾಂತರ ನಡೀತಾ ಇದೆ. ദൈവം ഏത് കാര്യം ചെയ്യുന്ന മുമ്പേ ദൈവം തന്റെ വചനം അയക്കും.
ದೇವರು ಯಾವುದೇ ಕಾರ್ಯ ಮಾಡುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ತನ್ನ ವಾಕ್ಯವನ್ನು ಕಳಿಸ್ತಾನೆ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ನಾನು ನಂಬುತ್ತೇನೆ ದೇವರ ವಾಕ್ಯದ ಮುಖಾಂತರ ದೇವರು ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡುತ್ತಾನೆ. ഒരു വലിയ ആത്മീയ ഉണർവിന് വേണ്ടി ഓരോ പ്രാദേശിക സഭകളും ഉണർന്നാട്ടെ. ಅದು ಒಂದೊಂದು ಆತ್ಮಿಕ ಉಜ್ಜೀವನಕ್ಕಾಗಿ ಅಲ್ಲಲ್ಲಿನ ಲೋಕಲ್ ಸಭೆಗಳು ಎಚ್ಚರಗೊಳ್ಳ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഒരു ആത്മീയ ഉണർവ് നമ്മുടെ തലമുറയിൽ സംഭവിക്കട്ടെ. ಈ ಕಾಲಗಳಲ್ಲಿ ನಾವು ಶಕ್ತವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ, ಒಂದು ಉಜ್ಜೀವನ ನಮ್ಮ ದೇವ ಜನರಲ್ಲಿ ಉಂಟಾಗಲಿ. ഓരോ പ്രാദേശിക സഭയും ആത്മാവിനാൽ ബലപ്പെടേണ്ട കാലഘട്ടമാണിത്. ಒಂದೊಂದು ಪ್ರಾದೇಶಿಕ ಸಭೆಯು ಆತ್ಮದಲ್ಲಿ ಬಲಪಡಬೇಕಾದ ದಿನಗಳಾಗಿದೆ.